ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ ഫലപ്രദമാകാൻ വേണ്ട വിശ്വാസങ്ങളെ പറ്റിയാണ്. ഒന്നാമതായി നമ്മളിവിടെ പറയുന്നത്, ഞാൻ അലോ ചെയ്യും തോറും അത് വേഗത്തിൽ എന്നിലേക്ക് വരുന്നു. റിസീവ് എന്നത് കഠിനാധ്വാനത്തെക്കുറിച്ചല്ല, സ്വീകരിക്കാനുള്ളൊരു മനസ്സിനെക്കുറിച്ചാണ്. ഓക്കെ, നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കും ഇതൊരു അട്രാക്ഷനാണ്, എനിക്ക് എപ്പോഴും പന്നൽ വന്നുകൊണ്ടേയിരിക്കുന്നു, ഇതിങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതെന്ന്. അല്ല, നമ്മൾ അലോ ചെയ്ത് കൊടുക്കുകയാണ്. ഒരാൾ പ്രശ്നക്കാരാണെന്ന് നമുക്കറിയാം, പിന്നെയും അവരുമായിട്ട് കുറേ നാൾ കഴിയുമ്പം അത് മറന്നിട്ട് അവരുമായിട്ട് പിന്നെയും ചങ്ങാത്തത്തിലാവും. എന്നിട്ട് അവരെന്ത് ചെയ്യും? നമ്മൾ നോവിക്കും. നമുക്കറിയാം ഓൾറെഡി അവരെടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേദനയേ ഉണ്ടാവത്തുള്ളൂ. അവർ ചതിക്കും, അവർ തരുത്തില്ല, അവർ നമ്മളെ എന്ത് ചെയ്യും? തള്ളിക്കളയും, ഒറ്റപ്പെടുത്തും. ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മൾ പിന്നെയും അവരുടെ പുറകെ പോകുന്നു. ഇതറിഞ്ഞുകൊണ്ട് നമ്മൾ ചില എക്സാമിനൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഈ ഒരു ആൻസർ തെറ്റാ, എന്നാലും അത് വെച്ച് കറുപ്പിക്കും. അതാണിവിടെ സംഭവിക്കുന്നത്. നമ്മളെ തന്നെ എന്ത് ചെയ്യുക? നല്ല കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. ഓക്കെ, നമ്മൾ ചീത്ത കാര്യങ്ങൾ സ്റ്റോപ്പ് ആക്കിയതിന് ശേഷം നല്ല കാര്യങ്ങളെ കൂടുതൽ, അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങളെ തന്നെ പഠിപ്പിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു 5 കോടി ലോട്ടറി അടിക്കുക. അപ്പോൾ നമ്മൾ പറയൂ, എനിക്കതിന് അർഹതയുണ്ടോ? അങ്ങനെയല്ല, ഞാൻ അതിന് അർഹതപ്പെട്ടവനാണ്. സ്വയം നമ്മളെ ഒന്ന് വിലയിരുത്തണം. എനിക്കതിന് അർഹതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു കാര്യത്തിന്. ഓക്കെ, ആദ്യം സ്വയം നമ്മൾ ഒന്ന് വിലയിരുത്താം. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം പറയാം. എല്ലാം എപ്പോഴും എനിക്ക് അനുകൂലമായാണ് സംഭവിക്കുന്നത്, അത് എന്നെ ഇതിലും മികച്ചതിലേക്ക് നയിക്കുന്നു. ഈ ഒരു തോട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോഴും അത് നടക്കുകയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈഗോ കാരണം അതെല്ലാം തട്ടിത്തെറിപ്പിക്കും. അതങ്ങനല്ല, എനിക്കിങ്ങനല്ല വരേണ്ടത്, ഇതിലും വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് പോകേണ്ടത്. അങ്ങനല്ല, എനിക്കിതിലും ബെറ്റർ ആക്കണം. എനിക്ക് 10 മാർക്ക് കിട്ടി, ഇനി എനിക്കത് 15 ആക്കണം, 20 ആക്കണം, 25 ആക്കണം, 30 ആക്കണം, 35 ആക്കണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് ലൈഫിൽ മുന്നേറാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ നെഗറ്റീവായിട്ട് തോട്ട്സ് വേണ്ട, ബി പോസിറ്റീവ്. ഒരു ദിവസം ഫുള്ള് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഫുള്ളൊന്നും ആർക്കും പറ്റത്തില്ല, പക്ഷേ നമ്മൾ കുറച്ച് നേരമെങ്കിലും, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കാം. എൻ്റെ കഠിനാധ്വാനം കൊണ്ടല്ല, എൻ്റെ എനർജി കൊണ്ടാണ് ഞാൻ മാഗ്നറ്റിക് ആകുന്നത്. ഏറ്റവും മാഗ്നറ്റിക്കായ വ്യക്തി ആദ്യം അത് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ആരാണോ അതിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നതിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. ഓക്കെ, ഞാൻ എപ്പോഴും ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള പാതയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പം വിജയത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, വിജയം കിട്ടണമെങ്കിൽ കഠിനാധ്വാനം ഒരുപാട് സമയമെടുക്കും. ആ ഒരു ചിന്തകളൊക്കെ കുറച്ചൊന്ന് മാറ്റി നിൽക്കുക. ഓക്കെ, മാഗ്നറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ അനായാസമായിട്ട് ഇതൊക്കെ അവരുടെ ലൈഫിലോട്ട് എന്ത് ചെയ്യും? തീർച്ചയായും വരും. ഇനി പറയുന്നത്, നിങ്ങൾ എത്രത്തോളം മാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യും? നിങ്ങളിലേക്ക് ആകർഷിച്ച് നിങ്ങളിലേക്ക് വരും. ഓക്കെ, ഇതെല്ലാം ഫ്രീക്വൻസിയാണ്. നിങ്ങൾ കൂടുതൽ യഥാർത്ഥ നിങ്ങളാകുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്വതന്ത്രനാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം സ്വന്തമായിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും മികച്ച ഒരു വേർഷനായിട്ട് ഇത് മാറിക്കഴിയും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങളുടെ സക്സസ് ഒരിക്കലും ഒറ്റയ്ക്കല്ല, നിങ്ങൾ മാത്രമല്ല ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ഉയർന്ന സോഴ്സ് ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെ നടക്കുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ നിങ്ങളെല്ലാം നടന്നതായിട്ട് വിചാരിച്ച് ഇത് യാഥാർത്ഥ്യമാകും എന്ന് നിങ്ങൾ അറിയില്ലെങ്കിലും അതിന് സ്വയം സമർപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ,
താങ്ക് യു.